ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്നിപ്പോൾ നമ്മൾ നോമ്പൊക്കെ അല്ലേ, ഇന്നല്ല എന്നാലും ഞാൻ തുടങ്ങിയ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ കുറേ ദിവസമായി പത്തിരി ഒന്നും ചൂടാന്ന്. വീട്ടിൽ ഇതുവരെ അടുക്കളയ്ക്ക് അടുക്കാത്ത ഞാനാണ് പത്തിരി ചൂടാൻ പോണത്. അപ്പം ഒന്ന് വീട്ടിലേക്ക് അടുക്കള ഭാഗത്തേക്കൊന്ന് പോയോക്കട്ടെ. കാരണം സമ്മതിക്കുമെന്ന് അറിയില്ല. കാരണം നമ്മളവിടെ ചെല്ലും തോറും എന്തായിക്കാരം ഫുള്ള് അലമ്പായിക്കാരം, ഫുള്ള് കംപ്ലൈൻ്റ് ആക്കുന്ന പരാതിയായിക്കാരം. അപ്പം അടുക്കളയിൽ പോയിട്ട് പത്തിരി ചൂടുന്ന വീഡിയോ അങ്ങ് എടുത്തരാം. പിന്നെ വേറൊരു കാര്യം, അടുക്കളയ്ക്ക് അടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഏതായാലും ചോദിച്ച് സമ്മതിച്ചാണ്. ഇനിയിപ്പോൾ അടുക്കള ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് ഇട്ടുതരാം. എങ്ങനെ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ, അതായത് നൈസ് പത്തിരി കേട്ടോ, നൈസ് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ടുതരാം. അതായത് സ്റ്റാൻഡേർഡിലുള്ളതല്ല, ഇവിടുത്തെ രീതിയിൽ, ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വിട്ടു തരുന്നത്. എന്തായാലും അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള പൊടിയാണ് ഇവിടെ ഉള്ളത്. അതായത് പത്തിരി പൊടി ആട്ടത്. പിന്നെ ഈ കാണുന്ന പൊടിയുടെ അളവ് എന്ന് പറഞ്ഞാൽ 3 കപ്പ് ആണ് കേട്ടോ. ഏകദേശം 3 കപ്പാണ് ഈ പൊടി ഉള്ളത്. പിന്നെ അതിലേക്കുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ 3 കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4-4.5 കപ്പോളം വെള്ളം വേണം. അങ്ങനെയാണ് ഈ പത്തിരിമാവിൻ്റെ അളവ് എടുക്കാറ്. ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പൊടിയാണ് ഇടാനുള്ളത്. അപ്പം ഇളക്കാനുള്ള ചട്ടൊക്കെ താട്ടോ. ഇത് പത്തിരി എത്ര ഉണ്ടാക്കുന്ന ചട്ടൊക്കെ തന്നെയാണ്. അപ്പം ഇതിട്ട് നല്ല രീതിയിൽ ഇളക്കുക. ഏകദേശം ഇതൊക്കെ വെന്ത് ഞങ്ങൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഇതുപോലെ നല്ല രീതിയിൽ ഇതാക്കി വെച്ചാണ് ഞങ്ങൾ തട്ടേക്കാണ് മാറ്റാനുള്ളത്. തട്ട് തൊട്ടടുത്ത് തന്നെ കൊണ്ടുവച്ചിരുന്നത്. തട്ടിലേക്ക് മാറ്റി കുറച്ച് അതിലുണ്ട്. ഇനി തട്ടിലേക്കൊക്കെ കുറച്ച് അതിലുണ്ട്. ഇനി തട്ടിലേക്ക് കുറച്ച് മാറ്റി കുറച്ച് ചൂടാറിയിട്ടാണ്, ഭയങ്കര ചൂടാണ്. ഇതുപോലെ മാവ് കുഴച്ച് ലെവലാക്കണം. ഇത് ഓയിലാണ്, വെളിച്ചെണ്ണ. അത് പൊട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടത് ഇത് ഈ ഓയിൽ ഇതിലേക്ക് ഉപയോഗിക്കണേ. ഏകദേശം മാവൊക്കെ കുഴച്ചതിന് ശേഷം ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബോളാക്കി മാവൊക്കെ കുഴഞ്ഞ് രൂപത്തിലാക്കിയാണ്. ഇനി ഇത് ചെയ്യാനുള്ളത് ചെറിയ ചെറിയ ബോളാക്കാനാണ്. പത്തിരി പറ്റാനുള്ള ചെറിയ ബോളുണ്ടല്ലോ, അതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇത് ബോളാക്കാണ്. എത്ര വലുപ്പത്തിലാണ് ബോളാക്കുന്നത്. അങ്ങനെ ഇതുപോലെ ബോളാക്കി എടുക്കണം കേട്ടോ. ഇതേപോലെ ബോളാക്കി ഇങ്ങനെ എടുക്കണം. ഇതാണ് പ്രസ്സിങ് മെഷീൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. സാധാരണ ആദ്യമൊക്കെ എന്ത് വേണമെങ്കിൽ ഇരുപത്തന്നെ കല്ലല്ലേ, അതുപോലെ തന്നെ ആദ്യമൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത് പ്രസ്സിങ് മെഷീനായി. ഏകദേശം ഇത് ബോളൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബോളൊക്കെ ഏകദേശം പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പരത്താനുള്ളത്, ഇത് ഫുള്ള് പരത്തണം. ഏകദേശം ഞാൻ കുറച്ച് പരത്തി കഴിഞ്ഞിരിക്കണ്. ഇനി ബാക്കിയുള്ള ബോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഈ ബോൾ പരത്തിയതിന് ശേഷം ഈ പൊടി മുക്കിയിട്ടാണ് വെക്കൽ കേട്ടോ. ബോൾ വെച്ചതാ ഇതുപോലെ പരത്തുക. ഇനി ഇത് ഇതിലേക്ക് ഇടുക. 1 സൈഡ് മാത്രം ആക്കിയാൽ മതി. എന്നിട്ട് ഒന്ന് തട്ടി കൂടിയ അപ്പോൾ ഉള്ള അധികമുള്ള പൊടിയൊക്കെ തീകന്നെ വീണോളും. എന്നിട്ട് ഇതിന് മുകളിൽ വെക്കുക, തട്ടിക്ക് ഇങ്ങനെ വെക്കുക. ആ ബോൾ ഫുള്ള് പരത്തിയിട്ടോ. ഇതുപോലെ പരത്തി.
ഇനി ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് വേവിക്കാനാണ്. ഇത് ഫുള്ള് വേവിച്ചെടുക്കണം. ഇനി അങ്ങനെ പത്തിരിക്കല്ലൊക്കെ വെച്ചിട്ട് ഇവിടെ ചതുരത്തുള്ള പത്തിരിക്കല്ലാണ് കേട്ടോ. അങ്ങനെ ഇനി ചൂടായിട്ട് വേണം പത്തിരിക്കല്ല്. അവിടുത്തെ പത്തിരിക്കല്ല് ഇങ്ങനെയാണ് ചതുരത്തിൽ. ഇതൊക്കെ മുറം പോലെ ഉണ്ടല്ലോ. ഇതാ ഈ കാണുന്ന പത്തിരി ചൂടാനുള്ളത്. അങ്ങനെ പത്തിരി നമ്മൾ ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതാ ഇതുപോലെ 4 മൂലയ്ക്ക് ഇടാം. അതൊക്കെ 4 പത്തിരിയേ പോവുള്ളൂ. ഇതാണ് മറച്ചാള ചട്ടകം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടാണ്. ഫസ്റ്റ് ട്രിപ്പിന് ശേഷം ഫസ്റ്റ് ട്രിപ്പ് ഒരു വട്ടം മറിക്കണം. ഫസ്റ്റ് മറിച്ചതിന് ശേഷം രണ്ടാമത് മറിച്ച് ഇനിയുള്ളത് കുറച്ചുകൂടി വെന്തതിൻ്റെ ശേഷം എന്ത് ചെയ്യണം, ലാസ്റ്റ് 3 വട്ടം മറിക്കാണ്ടാവും. ഇത് ഇനി ലാസ്റ്റുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്, അവിടെ മറിക്കാണ്ട്. ഇതിൽ 3 വട്ടം പത്തിരി ചുടുമ്പോൾ മറിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലേ ശരിക്കും വേവുള്ളൂ. ഇനി ലാസ്റ്റ് ട്രിപ്പാണ്. ലാസ്റ്റ് മറിച്ചിലാണ് ഇത് കാണുന്നത്. അങ്ങനെ പത്തിരി ചൂടാറാത്തവരൊക്കെ ഇങ്ങനെ ചുട്ട് പഠിച്ചോളൂ. നോമ്പിനെ ചുട്ട് കടാൻ കഴിയുള്ളൂ. അതേപോലെ ഹെയർ കണ്ടില്ല, ഇതേപോലെ ബോളൊക്കെ വരണം. ഹെയർ ഇങ്ങനെ വരുമ്പോൾ ഇത് വെന്തെന്ന് അർത്ഥം. ഇതുപോലെ ഇത് ബോളായിട്ട് വരും, ഹെയർ ഉള്ളിൽ കിടന്നിട്ട്. അപ്പം അതിന് ശേഷം നേരെ എല്ലാം എടുത്തുക ഇതിക്കാടുക. ഇതാ അങ്ങനെ ഏകദേശം പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ. ഇതൊന്നുമല്ല, ഇനി അപ്പുറത്ത് വേറെ തീയുണ്ട് ചുട്ടതൊക്കെ. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചാൽ മതി. പിന്നെ അടുക്കളയിലൊക്കെ പോയി കൂടാൻ പറയാനുള്ള കാരണം, ഏതായാലും നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ കൂടി പഠിക്കുകയാണെങ്കിൽ, ഇങ്ങനെ അടുക്കളയിലൊക്കെ കൂടി പഠിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പഠിക്കാം, ഒന്ന് വീട്ടുകാർക്ക് സഹായം ചെയ്യും. വീട്ടുകാർക്ക് സഹായം എന്ന് ഫസ്റ്റ് പേരിന് മാത്രമാണ് ഫുൾ ഉപദ്രവക്കാരം. കാരണം എന്താ പറയുക, വെറുതെ അവിടെ ഇരിക്കാനായിട്ട് നല്ലത് നമുക്ക് ഇതൊക്കെ പഠിക്കും ചെയ്യാം. പിന്നെ പോരാത്ത എന്താ ചെയ്യുക, വീട്ടുകാർക്ക് സഹായം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരോടും ഒരു കാര്യം കേട്ടോ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഏകദേശം നിങ്ങളെ കയ്യിൽ ലെവലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുക്കളയൊക്കെ പോകരുത്. കാരണം എന്താ പറയുക, പിന്നെ സ്ഥിരമായി മാറും. അതുകൊണ്ടാണ്. അപ്പോൾ കയ്യിനൊന്ന് അകലം കുറച്ച് പാലിക്കുക, അതൊക്കെ ഏറ്റവും ബെറ്റർ പരിപാടി. പിന്നെ ആളില്ലാത്ത അത്യാവശ്യം ബുദ്ധിമുട്ടാണ് നേരത്തൊക്കെ പോയി സഹായിക്കല്ലാതെ സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ അവനെ ഞങ്ങളൊക്കെ പെട്ട് പിന്നെ അനങ്ങണനെ ഫുൾ അടുക്കളയ്ക്ക് വിളിച്ചുകൊണ്ട് പോകും.